കുറിച്ച് പറഞ്ഞു, ട്രാഫിക് നിയമങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. കാൽനട യാത്രക്കാര് പലപ്പോഴും റൂട്ടിലൂടെ മുറിച്ചു കിടക്കുമ്പോഴും ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴും അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ആ ഒരു അപകടത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മള് കൂടുതലും കേൾക്കുന്ന റോഡ് മുറിച്ച് കിടക്കുമ്പോൾ കാർ ഇടിച്ച് മരിച്ചു, റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ബസ് ഇടിച്ച് മരിച്ചു, അങ്ങനെ പല വിധത്തിലുള്ള വാർത്തകൾ നമ്മൾ കാൽനട യാത്രക്കാരുടെ നമ്മൾ കേൾക്കണ്ട. അവർ വാഹനം ഉപയോഗിക്കുന്നില്ല, പക്ഷെ അവർ മരണപ്പെടുന്നു അപകടങ്ങളിൽ. അപ്പൊ നമ്മുടെ ഒരു നിസ്സാരമായ അശ്രദ്ധയാണ്. നമ്മൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരക്ക് പിടിച്ചുള്ള ജീവിത യാത്രയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സമയമില്ല, 24 മണിക്കൂർ നമുക്ക് പോരാ എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം ഇപ്പൊ മുന്നോട്ട്. എപ്പോ ചോദിച്ചാലും സമയമില്ല, എനിക്ക് സമയമില്ല, ഞാൻ തിരക്കിലാണ്, എപ്പോഴും ഞാൻ തിരക്കിലാണ്, ഈ ജീവിതം മൊത്തം തിരക്കിലാണ്. അപ്പൊ ഈ തിരക്ക് പിടിച്ച സമയത്ത് ജോലിക്ക് പോകുമ്പോഴൊക്കെ ആയിട്ട് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇടം വലമൊന്നും നോക്കുന്നില്ല, നേരെ റോഡ് ക്രോസ് ചെയ്യണം, വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി തന്നെ അപ്പൊ തന്നെ മൊബൈൽ നമ്മുടെ ചുവട്ടിലാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ ആ ഒരു ശ്രദ്ധയും റോഡിൽ നോക്കാതെയുള്ള ശ്രദ്ധയും വരുമ്പോൾ അപകടം ഉണ്ടാകുന്നു, റോഡ് മുറിച്ചു. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ തിരക്കിനിടയിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഈ വിലപ്പെട്ട ജീവിതമാണ്. നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് റോഡ് നോക്കി ക്രോസ് ചെയ്ത് നമുക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ ഒരു ആയുസ് നഷ്ടപ്പെടുമ്പോഴും ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെടുമ്പോഴും അത് വളരെ ഒരു വലിയൊരു ആഘാതമാണ് ആ കുടുംബത്തിനെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഒരു 2 മിനിറ്റിന് വേണ്ടി നമ്മൾ ഒന്ന് ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്ത് വണ്ടികൾ വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ക്രോസ് ചെയ്യണം. പിന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു, ഒരു വാഹനം വരുന്നു, നമ്മൾ ആ വാഹനത്തിന് പതുക്കെ സ്ലോ കൈ കാണിച്ച് ആ വണ്ടി സ്ലോ ആയി. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ ചെല്ലുമ്പോൾ നാളേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പുറത്തുനിന്നൊരു വാഹനം ഭയങ്കര സ്പീഡിൽ തന്നെ. നമ്മൾ മലയാളികൾ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നേരെ റിവേഴ്സ് പോരും. ഏറ്റവും വലിയ അപകടം പിടിച്ച സംഭവമാണ് നമ്മള് പകുതി റോഡ് പോയിട്ട് റിവേഴ്സ് വരുമ്പോഴാണ് അപകടം കൂടുതൽ സംഭവിക്കുന്നത്. കാരണം നമ്മൾ പകുതി പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹന യാത്രികൻ എന്ത് വിചാരിക്കും, അദ്ദേഹം വിചാരിക്കും ഞാൻ പാസ് ചെയ്ത് പോകുന്നു. പെട്ടെന്നായിരിക്കും അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം ഹൈ സ്പീഡിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിവേഴ്സ് പേടിച്ചിട്ട് പോരുമ്പോൾ ഈ വാഹനം വന്ന് നമ്മളെ ഇടിക്കും, അപകടം സംഭവിക്കുന്നു. അങ്ങനെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ പോയ ഇടത്ത് നിന്ന് തിരിച്ച് റിവേഴ്സ് ഒരു കാരണവശാലും പറയരുത്. നമുക്ക് അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ നിന്ന ഡെസ്റ്റിനേഷൻ ആ സ്ഥലത്ത് തന്നെ നമ്മൾ ഉറപ്പിച്ച് നിൽക്കുക. അപ്പൊ ആ വാഹനം അപ്പുറത്തേക്കൂടിയും പോവും, നമ്മുടെ പുറകിലുള്ള വാഹനം എങ്ങനെയും പോകും. ഒരു കാരണവശാലും നമ്മൾ റിവേഴ്സ് റോഡിലേക്ക് വരരുത്. അത് തന്നെയല്ല, പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ഓടി ഒരു കാരണവശാലും നമ്മൾ റോഡ് ക്രോസ് ചെയ്യരുത്. സാവധാനം നടന്നു വേണം നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട്.